Amrithveni Life with Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഇന്ന് നമ്മുടെ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? നമ്മൾ ഈ എപ്പിസോഡ് ഫുൾ ചേച്ചിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ KS ചിത്ര മാജിക് റൗണ്ടിൽ പാടാൻ വരുന്നു സ്നേഹ. കണ്ണാമൂച്ചി ഏനടാ
വെരി ഗുഡ് നൈസ്. സ്നേഹ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ചോദിക്കാം നമുക്ക്. ഓക്കെ, ശരത് സർ. സ്നേഹ സർ, മനോഹരമായ സെലക്ഷൻ സ്നേഹ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. പിന്നെ കണ്ണാമൂച്ചി ഏനടാ ഏനടാ കണ്ണാമൂച്ചി ഏനടാ എന്ന് പറഞ്ഞാൽ എന്തിനാ ഈ ഒളിച്ചുകളി, എന്തിനാ ഏനടാ എന്നുള്ള. അപ്പോൾ ആ ഒരു വികാരം വേണ്ടേ? വേണം. ഒന്ന് പാടാമോ? കണ്ണാമൂച്ചി ഏനടാ 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 എൻ കണ്ണാ എൻ കണ്ണാനാ എൻ കണ്ണാനാൻ കണ്ണാന. അതിന്റെ ആവശ്യമില്ലെന്നായി പറയുന്നത്. കണ്ണാനാൻ മതി. കണ്ണാനാൻ കണ്ണാടി പൊരുൾ പോലടാ. ഓക്കെ ഓക്കെ, ഗുഡ്. പിന്നെ എൻ മനം ഉനക്കൊരു വിളയാട്ട് ബൊമ്മ. ആ ബൊമ്മയൊക്കെ ചേരണ്ടേ? നമുക്കൊന്ന് വൃത്തിയായിട്ട് ആക്കിയാലോ? എൻ മനം ഉനക്കൊരു വിളയാട്ട് ബൊമ്മയാ. നൈസ് നൈസ് നൈസ്. അതുപോലെ എനക്കുള്ള എന്താ ഉണർച്ചികൾ, അതൊന്ന് പാടാം. എനിക്കെന ഉണർച്ചികൾ തനിയായില്ലയാ. അതൊക്കെ കുറച്ചും കൂടെ ചേരാം. വാൻ മഴ, അതൊന്ന് പാടാമോ? വാൻമഴை വീഴുമ്പോൾ അതല്ല, അത് തന്നെ കേട്ടോ. അത് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ മുകളിലുള്ളത് കിട്ടുന്നില്ലെന്നുള്ളത് നന്നായിട്ട് തന്നെ പാടി കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരിക്കലും സ്നേഹയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ് ഈ മുകളിലൊക്കെ പാടി. പ്രത്യേകിച്ച് മുകളിലൊക്കെ നീ വെച്ച് കീറുന്നതാണ്. ഓരോ പാട്ടിനും അതിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് അല്ലേ? കണ്ണാമൂച്ചിയേനടാ എൻ കണ്ണാനാൻ എന്ന് പാടിയാൽ അത് വേറെ അല്ലേ? എന്താടാ കണ്ണാ നീ പൈസ തരാതിരുന്നെന്ന് ചോദിക്കുന്ന അതല്ല. കണ്ണാമൂച്ചി ഏനടാ കണ്ണാ ഞാൻ കണ്ണാടിപ്പോൾ അതാ ഒരു ഫീല്. അത് മതി. കണ്ണാന അത് അത്രയ്ക്കുള്ള ഒരു വികാരാധീന ആവണ്ട. അത് കുറേയും കൂടെ ഇമോട്ട് ചെയ്യും. ഒന്ന് പാടാം, ഒന്ന് കൂളായിട്ട് ചിരിച്ച്. കണ്ണാമൂച്ചി ഏനടാ എൻ കണ്ണാനാൻ കണ്ണാ. അത് ശരിയായിക്കോണം. അപ്പം അതേ ഉള്ളൂ സ്നേഹ. എന്തൊക്കെയാലും നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നല്ലൊരു തുടക്കമായിരുന്നു. ചിത്ര ചേച്ചി ഡെഫിനറ്റായിട്ട് ഇത് കേൾക്കട്ടെ, ചേച്ചിക്ക് ഇഷ്ടപ്പെടും. എന്തൊക്കെയാലും താങ്ക് യു AR റഹ്മാൻ. കാരണം നല്ലൊരു പാട്ട് നമുക്ക് തന്നായിരുന്നു. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ സർ, നന്നായിട്ട് പാടി സ്നേഹ. താങ്ക് യു സർ. ഒരു എവർഗ്രീൻ ലവ് സോങ് കുറച്ചുകൂടെ ഫീൽ ആവാൻ. കാരണം എന്തോ ചിത്ര ചേച്ചി പാടുന്നത് അതുപോലെ പാടാൻ വേറെ ആർക്കും പറ്റില്ല. അത് ഏഞ്ചലാണ് പാടിയത്. പക്ഷെ ആ ഒരു ഏഞ്ചലിന്റെ കുറച്ചുകൂടെ അടുത്തെത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും സ്നേഹ കൊള്ളാം. ഇറ്റ് വാസ് നൈസ്. പക്ഷെ ഇറ്റ് വാസ് നൈസ് എന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലല്ല സ്നേഹ നിൽക്കുന്നത്. അമേസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരണം. ഇതിപ്പോ ഇത് കുഴപ്പമില്ല. അടുത്തത് അടിച്ചു പൊളിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സ്നേഹ, സർ, നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ട്. ഇന്ന് സ്നേഹ പാടിയത് കേട്ടപ്പോഴേ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്തില്ല. അതാണ് ബേസിക്കായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ആ ഒരു പാട്ടിന് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഓരോ പാട്ടും ഓരോ ജോണറാണ്, ഓരോ ഭാവങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ കേട്ട് മലയാളികൾ വരെ അത് എവിടൊക്കെയാണ് അതിൻ്റെ ചെറുതായിട്ട് പോയിട്ടുണ്ട്, എവിടൊക്കെയാണ് അതിൻ്റെ ഭംഗിയായത് എന്ന് അവർക്ക് വരെ മനസ്സിലാവുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോഴും. അപ്പം മോള് പാടിയപ്പോഴത്തേക്ക് സാധാരണഗതി പാടുന്ന ഒരു ഗ്രിപ്പുണ്ടല്ലോ, ഒരു ശരിക്കും ആ ഒരു തുറന്ന് പാടിയിട്ട് ആ ഷഡ്ജത്തിലൊക്കെ ചേർന്ന് നിൽക്കുക, അവിടെ ആ ശ്രുതി ചേരുക. അതുപോലെ തന്നെ പണ്ണാച്ചി പറഞ്ഞ പോലത്തെ ആ ഒരു രാഗഭാവം കൊണ്ടുവരിക. അപ്പം അതൊക്കെ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ബേസിക്കായിട്ട് എനിക്ക് തോന്നിയത്. പാട്ട് ടോട്ടലി പഠിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പക്ഷെ ആ പാട്ടിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസി പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തു. മേളി പാടുമ്പോഴും അതുപോലെ തന്നെ ശ്രുതിയുടെ ആയാലും ലാൻഡിങ് നോട്ട്സ് ആയാലും എല്ലായിടത്തും കുറച്ച് എന്തരോ എവിടൊക്കെയോ ഒരു ചെറിയ പ്രശ്നം, അത്രയേ ഉള്ളൂ. പാട്ട് മോശമല്ല, നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയലിൻ സോളോ ഇറ്റ് വാസ് വെരി നൈസ് കേട്ടോ. ആൻഡ് ദ ഗിറ്റാർ ഇറ്റ് വാസ് വെരി ഗുഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. അത് വായിക്കാൻ വലിയ പ്രയാസമാണ് ഈ രണ്ടും. അത് നിങ്ങൾ തകർത്തു. മോള് പാടിയത് ഇതെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. കാരണം ഇപ്പം ഫൈനൽസ് വരുമല്ലേ, അപ്പം നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഇപ്പം ഏത് പാട്ടാണെങ്കിലും, ആര് പാടിയതാണെങ്കിലും, ഏത് പാട്ടാണെങ്കിലും എന്താണ് ആ പാട്ടുകാരൻ അല്ലെ പാട്ടുകാരി അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെ നമുക്ക് തിരിച്ച് നമുക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോഴും.
അപ്പം അടുത്ത പാട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട്, മിടുക്കി, നല്ല പാട്ട് സെലക്ഷൻ, നല്ല ക്യൂട്ടായിട്ട് പാടി. എനിക്കിതിൽ ഒരു കാര്യം തോന്നിയത്, മോളെ നമ്മുടെ ക്ലാസിക്കൽ റൗണ്ട് വരുന്നുണ്ട് അല്ലേ, അതിന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് പാടി ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന സ്ട്രെയിനാണ്. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതർവൈസ് നല്ല ഭംഗിയായിട്ട് തന്നെ പാടി. ഇത് ഓവർ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു സ്ട്രെയിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മോളെ ശ്രദ്ധിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ടാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം നമുക്ക്. ഷാനിക്ക. സ്നേഹ സർ. 8.6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. 8.7. താങ്ക് യു മാം. ചേച്ചി. എം ജി സർ. സ്നേഹ, സർ. സ്നേഹത്തോടു കൂടി. താങ്ക് യു സർ. ശബ്ദം എവിടുന്ന വന്നേ? അങ്ങനെ ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു. ഈശ്വരാ. ഫിനാലെ ആവുമ്പോ പലതും കാണാം. ഓക്കെ, സോ ടോട്ടൽ 26. സൂപ്പർ. ബാക്കി റൗണ്ട്സ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും ആക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.